മണിച്ചിത്രത്താഴ് സിനിമ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ മലയാളിയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 93 പടം ആദ്യം റിലീസ് ചെയ്തത്. അന്ന് ഹിറ്റായിരുന്നു. പിന്നെ 33 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഫ്രഷാണ്. എത്രയോ സിനിമകളൊക്കെ വന്നുപോയി. പക്ഷേ നമ്മളിപ്പോഴും മണിച്ചിത്രത്താഴ് കാണുമ്പോൾ ഒരു റിപ്പീറ്റ് വാല്യൂ ഫീൽ ചെയ്യും. അത് 4K റിലീസ് ചെയ്ത് തിയേറ്ററിൽ വന്നു. അന്നേരം അപ്പോഴും തിയേറ്ററിൽ പോയി ആളുകൾ കണ്ടിട്ട് എത്രയോ കോടികൾ കളക്ഷൻ നേടി. അന്ന് ആൾക്കാർക്ക് ആ ആളുകൾ പോലും ഇപ്പോഴും TV വന്നാൽ ഈ സിനിമ വീണ്ടും അറിയാതെ ഇത് കണ്ടു. അതിനൊരു കാരണമുണ്ട്. പ്രധാനപ്പെട്ട കാരണം സിനിമയുടെ ഒരു തിരക്കഥ തന്നെ. കാരണം ഇതിൻ്റെ ഒരു എന്താ പറയുക, കഥ പറയുന്ന രീതി ഭയങ്കര വ്യത്യസ്തമാണ്. ഒരേ സമയം രണ്ട് വഴികളിൽ കൂടെ കഥ നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു സൈഡിലൊരു പ്രേതകഥ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ പീഡിപ്പിച്ചുകൊണ്ട് പ്രേതകഥ പോലൊരു ഫീൽ തരും. മറ്റേ സൈഡിലൊരു സയൻസ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ തന്നുകൊണ്ടുള്ള നമ്മളെ കൺവിൻസ് ചെയ്യുന്ന മറ്റൊരു പാർട്ടുണ്ട്. ഇത് രണ്ടും ഒരേ രീതി, അത് കാണുന്നവർക്ക് ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പോലെയാണ് ആദ്യം കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. കാരണം രണ്ട് വശങ്ങൾ ശരിയെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഫീല് തിരക്കഥ കൊണ്ടുവരുന്നു. കാരണം അതിനുള്ള ഓരോരോ സൈൻ നമുക്ക്, കാരണം ഇതാണല്ലോ ശരിയെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പല പല സൈനും തിരക്കഥ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം കാണുമ്പോഴും പിന്നെ കാണുമ്പോഴും നമുക്ക് ഓരോ ഫീലാണ്. ഒരു തവണ ഒരു പ്രേതകഥ പോലെ കാണാൻ പറ്റും, അടുത്ത തവണ വേണമെങ്കിൽ സൈക്കോളജിക്കൽ മൂടി കാണാം. അതാണ് ഈ റിപ്പീറ്റ് വാല്യൂവിൻ്റെ പ്രധാന ഘടകം. പിന്നെ ഓഫ് കോഴ്സ് എടുത്തു പറയേണ്ട കഥാപാത്രങ്ങളാണ്. ഇതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ആരാണ് പ്രധാന കഥാപാത്രം എന്നാണ് നിങ്ങൾ കരുതുന്നത്? എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം മാടമ്പള്ളി എന്ന തറവാടാണ്. കാരണം മാടമ്പള്ളി തുടങ്ങിയിട്ട് അവിടെ തന്നെ അവസാനിക്കുന്ന ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് ഒരു ലൊക്കേഷനായിട്ട് മാത്രം മാടമ്പള്ളിയെ കാണാൻ പറ്റില്ല. ആ സിനിമയുടെ ഒരു എന്താണ് കേന്ദ്രം അല്ലെങ്കിൽ കഥാകേന്ദ്രം എന്നൊക്കെ പറയുന്നത് മാടമ്പള്ളി. കാരണം മാടമ്പള്ളിയുടെ ചരിത്രമാണ് സിനിമയ്ക്കകത്ത് കഥയായി വരുന്നത്. കാരണം അവിടുത്തെ ദുർമരണങ്ങളും അതിന് മുന്നേ അവിടെ താമസിച്ച ആളുകളുടെ കഥകളും ഐതിഹ്യങ്ങളും ഒക്കെയാണ് പിന്നീട് സിനിമയിലെ പല കാര്യങ്ങൾക്കും കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ സിനിമയ്ക്കകത്ത് നമ്മൾ കാണില്ല, അവിടുത്തെ ഇടനാഴികൾ കാണിക്കുമ്പോഴും വാതിലും നിഴലും ആ മുറിയെ കാണുമ്പോൾ തന്നെ ആ കഥ നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം അന്തരീക്ഷം അങ്ങനെയാണ്, ആംബിയൻസാണ് സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളും പതിയെ ആ മാടമ്പള്ളി പെട്ടുപോകും. ഒരു പേടിയും ദുരൂഹതയൊക്കെ നമുക്കും ഫീൽ ചെയ്യും. പിന്നെ അടുത്ത ക്യാരക്ടർ ഓഫ് കോഴ്സ് നമ്മുടെ നാഗവല്ലിയെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. സിനിമയ്ക്കകത്തെ ശോഭന അഭിനയിച്ച് തകർത്ത ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അത് ഡബ് ചെയ്ത് ഭാഗ്യലക്ഷ്മിയാണ് മലയാളത്തിൽ, അതും തമിഴ് വേറൊരു ആടാണ്. പക്ഷേ എങ്കിലും അവിടെ ഓവറോൾ പെർഫോമൻസ് ശോഭനയുടെ പെർഫോമൻസ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം അത് ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതായത് നാഗവല്ലിയെ സിനിമയ്ക്കകത്ത് ആദ്യം കാണിക്കുന്നില്ല, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ കേൾക്കുന്ന കഥകളാണ്. അതായത് തമിഴത്തിയായ ഒരു നർത്തകി ഉണ്ടായിരുന്നു, ശങ്കരൻ തമ്പി എന്നൊരു കാർന്നൂർ അവരെ കൊണ്ട് നമ്മുടെ മാടമ്പള്ളിയിലേക്ക് വരുന്നു. അത് മാടമ്പള്ളി വന്ന നാഗവല്ലി തൊട്ടടുത്തുള്ള രാമനാഥൻ എന്ന നർത്തകനുമായിട്ട് പ്രണയം ഉണ്ടാകുന്നു. ശങ്കരൻ തമ്പി ഇതറിഞ്ഞ് ശങ്കരൻ തമ്പി തെക്കിനി പോയി നാഗവല്ലിയെ വെട്ടിക്കൊല്ലുന്നു. അങ്ങനെ വെട്ടിക്കൊന്ന് മരിച്ച നാഗവല്ലി ദുർഗാഷ്ടമിയിൽ പ്രേതാത്മാവായി വന്നിട്ട് കാർന്നവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. അയാൾ മന്ത്രമൊക്കെ ചൊല്ലി തൽക്കാലം രക്ഷപ്പെടുന്നു. പക്ഷേ അവസാനം ഒരു നിവൃത്തിയില്ലാതെ അവരെ അടക്കാൻ വേണ്ടി, അതായത് തളയ്ക്കാൻ വേണ്ടി ആലഞ്ചേരി പോറ്റിമാരൊക്കെ വന്നിട്ട് മന്ത്രവിധികൾ ചെയ്ത് നാഗവല്ലിയെ തെക്കിനിയെ ബന്ധിക്കുന്നു എന്ന കഥയാണ് KPSCയിൽ എഴുതുക ശോഭനയോട്, അതായത് ഗംഗയോട് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ കഥ കേൾക്കുന്നത്. നമുക്കപ്പോൾ നാഗവല്ലി അറിയില്ല. പിന്നീട് ഇത്രയും കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആ രീതി നമ്മളെ ഒരു പേടി ഉണ്ടാക്കും. പിന്നെ ഓരോ സൈൻ, ഒരു സൂചന കൊണ്ട് തരും നമുക്ക്. ഒന്ന് തെക്കിനി കാണിക്കും. ആദ്യം തെക്കിനിയുടെ താക്കോല് നമ്മുടെ കൊല്ലനെടുത്ത് പോയി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തുറക്കുന്നതും, പിന്നെ നാഗവല്ലിയുടെ ചിത്രം കാണിക്കുമ്പോൾ ഒരു വേറൊരു ഫീല്. പിന്നെ അവരുടെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഏറ്റവും പ്രധാനം ചിലങ്കയാണ്. ചിലങ്ക കാണുമ്പോൾ നമുക്ക് ഒരു വേറൊരു ഫീലാണ്. കാരണം അതിൻ്റെ സൗണ്ടൊക്കെയാണുള്ള പടത്തിൽ നമുക്ക് പലപ്പോഴും ഒരു അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ആരോ വരുന്നുണ്ടെന്ന ഫീല് ആ ചിലങ്ക കൊണ്ടാണ് നമുക്ക് ആ ഫീൽ ഉണ്ടാക്കി തരുന്നത്. അവസാനം അവിടെ നോക്കുന്ന രാമനാഥൻ്റെ വീടും കാണിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നാഗവല്ലിയെക്കുറിച്ചുള്ള ഒരു ഐഡിയ കഥ പറഞ്ഞതിന് ശേഷം നമുക്ക് പതിയെ ഒരു സസ്പെൻസ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് റിവീൽ ചെയ്ത് തരുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ആ ഒരു രീതി ആൾക്കാരെ പിടിച്ചിരുത്തും. അടുത്ത ക്യാരക്ടർ ഗംഗയാണ്. നാഗവല്ലിയും ഗംഗയും രണ്ട് കഥാപാത്രങ്ങളല്ല, പക്ഷേ ആ രണ്ട് പേഴ്സണാലിറ്റി ഗംഭീരമായിട്ട് ശോഭന അവതരിപ്പിച്ചു. ഒരു മനുഷ്യൻ്റെ രണ്ട് മാനസികാവസ്ഥയാണല്ലോ നാഗവല്ലിയും ഗംഗയെന്ന് പറയുന്നത്. ശോഭന അത് വളരെ കെയർഫുൾ ആയിട്ടാണ് ആ മാറ്റം സിനിമയെ ബിൽഡ് ചെയ്യുന്നത്. കാരണം ആദ്യം കണ്ണുകൾ മാറുന്നവരുടെ, പിന്നെ അവരുടെ ശരീരഭാഷ മാറുന്നു, പിന്നെ ശബ്ദത്തിൻ്റെ ടോൺ മാറുന്നു. ഈ ഗംഗയിൽ നിന്ന് നാഗവല്ലി ആയിട്ടുള്ള ട്രാൻസിഷനാണ് ശോഭനയുടെ ആ സിനിമയിലെ പെർഫോമൻസിന് ഏറ്റവും ഹൈലൈറ്റ്. സിനിമ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പതിയെ ഗംഗയെ മറന്നു, പിന്നെ നാഗവല്ലിയെ മാത്രമേ കാണാൻ നമ്മുടെ മനസ്സിൽ പിന്നെ നാഗവല്ലി നിൽക്കുകയുള്ളൂ. അവസാനം ക്ലൈമാക്സ് ആണ് പിന്നെ ഗംഗ എന്ന് കാണുന്നത്. അത് പെട്ടെന്ന് വന്ന് അവർ കൽക്കട്ടയ്ക്ക് പോകാണെന്നുകൊണ്ട് പോകുന്ന ഒരു സീനിലാണ് നമ്മൾ ഗംഗയെ വീണ്ടും കാണുന്നത്. മറ്റൊരു കഥാപാത്രം നമ്മുടെ നകുലൻ, സുരേഷ് ഗോപിയുടെയാണ്. നകുലൻ എന്ന് വെച്ചാൽ ഈ സിനിമയ്ക്കകത്ത് നകുലൻ നായകനല്ല, അദ്ദേഹം സിനിമ കാണുന്ന ഒരു യുക്തിയുള്ള ഒരു പ്രേക്ഷകൻ്റെ ഒരു ചിന്തയാണ് നകുലൻ. അതായത് വിദേശത്ത് ജീവിച്ച് പഠിച്ച എഡ്യൂക്കേറ്റഡ് ഒരാളാണ് നകുലൻ. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ പറഞ്ഞ ഭൂതം, ആഭിചാരം, നാഗവലി തുടങ്ങിയ കഥകളെയൊന്നും അദ്ദേഹത്തിന് വലിയ വിശ്വാസമില്ല. അദ്ദേഹം വലിയ വിശ്വാസം ആദ്യം തള്ളിക്കളയുന്നു. മാടമ്പള്ളി എല്ലാവരും പേടിക്കുമ്പോൾ നകുലൻ അതിനകത്തെ യുക്തിയാണ് അന്വേഷിക്കുന്നത്. ഇതെന്താണ് കാരണം, റിയൽ. അയാളുടെ ഓരോ റെസ്പോൺസും നമ്മൾ പ്രേക്ഷകരുടെ സംശയങ്ങളാണ്. പക്ഷേ സിനിമ മുന്നോട്ട് പോകുമ്പം പതുക്കെ നകുലിൻ്റെ കോൺഫിഡൻസ് അങ്ങ് പോവുകയാണ്. കാരണം അതായത് യുക്തിയുള്ള ഒരാളെ പോലും സംശയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് തിരക്കഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് അതൊരു പോസിറ്റീവ് കാര്യത്തിൽ. കാരണം
അതുപോലെ നകുലൻ പേടിക്കുന്ന പ്രേതത്തെ അല്ല, അയാൾക്ക് യുക്തിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പുള്ളി പേടിക്കുന്നത്. അതുകൊണ്ടാണ് അവസാനം നകുലൻ ഡോക്ടർ സണ്ണിയെ വിളിക്കാൻ തീരുമാനിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അടുത്ത കഥാപാത്രം നമ്മുടെ തമ്പി, നെടുമുടി വേണുവിൻ്റെ കഥാപാത്രം. നകുലൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് തമ്പിയുടേത്. തമ്പി വലിയ വിശ്വാസിയൊക്കെയാണ്, ദൈവവിശ്വാസമുണ്ട്, അന്ധവിശ്വാസമുണ്ട്. പക്ഷേ മാടമ്പള്ളി നടക്കുന്ന ഓരോ സംഭവത്തിനും അയാൾക്ക് അതിൻ്റെ ഒരു അമാനുഷികമായ ഒരു വിശദീകരണം നൽകാൻ പുള്ളിക്കുണ്ട് ഇപ്പോഴും, എന്തുകൊണ്ട് സംഭവിച്ചു. പക്ഷേ അദ്ദേഹം ദുഷ്ടനൊന്നുമല്ല. അദ്ദേഹം വിശ്വസിക്കുന്ന തൻ്റെ ജീവിതാനുഭവങ്ങളെ, കാരണം ആ വീട്ടിലെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ സത്യമാണ്. അതുകൊണ്ട് ഓരോ സംഭവവും നാഗവല്ലിയുടെ സാന്നിധ്യത്തിന് തെളിവായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം പ്രേക്ഷകനെ പേടിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. നകുലനും തമ്പിയുള്ള ഓരോ സംഭാഷണവും യുക്തി അന്ധവിശ്വാസം തമ്മിലൊരു തർക്കമാണ്. നകുലൻ ഓരോ സംഭവത്തിനും കാര്യം അന്വേഷിക്കും, എന്താണ് യഥാർത്ഥ കാരണം യുക്തിപരമായിട്ട് അന്വേഷിക്കും. തമ്പി ഓരോന്നിനും ഒരു ദൈവിക വിശദീകരണം നൽകുകയാണ്. അപ്പോൾ ഇരുവരുടെയും വാദങ്ങൾ തിരക്കഥ അതിന് തെളിവ് നൽകുന്നുണ്ട്. അപ്പം നമുക്ക് കാണുന്നവർക്ക് പ്രേക്ഷകന് സംശയം ആരുടെ സൈഡിൽ നിൽക്കണം, ആരാണ് ശരി എന്നൊരു സംശയം നമുക്ക് തോന്നും. അതാണ് ഇപ്പോൾ അത് സിനിമയുടെ ഒരു ഏറ്റവും വലിയ സസ്പെൻസ്. പിന്നെ ഓഫ് കോഴ്സ് അവസാന കഥാപാത്രം എന്ന് എടുത്തു പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ഡോക്ടർ സണ്ണി സിനിമയിലെ നായകനല്ല. സിനിമ തുടങ്ങി ഏകദേശം 1 മണിക്കൂർ ആകുമ്പോഴാണ് സണ്ണി വരുന്നത്. സിനിമയുടെ ഒരു കംപ്ലീറ്റ് ദിശ മാറ്റുന്ന ഒരു കഥാപാത്രമാണ് ഡോക്ടർ സണ്ണി. അദ്ദേഹം വരുന്നതിന് മുമ്പ് സിനിമ പറയുന്ന മൊത്തം ഭയത്തെക്കുറിച്ചും ദുരൂഹതയെക്കുറിച്ചും ആകെ മൊത്തം ഒരു എന്താ പറയുക, ഒരു വേഗ ഫീലാണ്. സണ്ണി വന്ന ശേഷം സിനിമ ഒരു അന്വേഷണമായി മാറുന്നു. അദ്ദേഹം പ്രേക്ഷകനെ കൊണ്ട് പുതിയ കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. സണ്ണി എങ്ങനെ വന്ന ഓരോ സംഭവത്തിനും യുക്തിപരമായിട്ടുള്ള ഒരു വിശദീകരണം കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ സിനിമയുടെ 2ാം പകുതി ഒരു വേറൊരു ലെവലിലേക്കാണ് പോകുന്നത്. സിനിമയുടെ യഥാർത്ഥ കോണ്ടന്റ് നമ്മളിലേക്ക് എത്തിക്കുന്ന ആൾ ഡോക്ടർ സണ്ണിയാണ്. അത് അതിഗംഭീരമായിട്ട് ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയം നമുക്ക് അറിയാമല്ലോ. എടുത്ത് പറയുന്ന സിനിമയ്ക്കകത്തെ ഒരു 3 പില്ലറുകളിൽ ഒരു പില്ലർ അദ്ദേഹമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, അറിയാതെ പോകുന്ന, പുറകെ നിൽക്കുന്ന മെയിൻ ആൾ ഡയറക്ടർ ഫാസിൽ തന്നെയാണ്. കാരണം ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാതെ പോയി എന്ന് പറഞ്ഞ കാരണം സംവിധാനം ഒരു പടത്തിൽ ഇങ്ങനെ നല്ല സംവിധാനം കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഴച്ച് നിൽക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്, കാരണം അത് ഫീൽ ചെയ്യണം നമുക്ക്. ഇതിനകത്ത് ഫാസിൽ ഗംഭീരമായിട്ട് അത് നമ്മളെ പേടിപ്പിക്കാനായിട്ട് ചുമ്മാ ഒരു ജംപ് സ്ക്വയർ കാണിച്ച് പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ വലിയ ബഹളം വെച്ചൊന്നുമില്ല. നമ്മളെ മറിച്ച് പേടി ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം ഇങ്ങനെ ബിൽഡ് ചെയ്ത് ആൾക്കാരെ പേടിപ്പിക്കുന്നത്. ഓരോ ഫ്രെയിമും സൗണ്ടും സൈലൻസും ഒക്കെ ചേർന്നാണ് ഭയം ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ സിനിമയിലെ സംഗീതവും സംവിധാനൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഓരോ ശബ്ദത്തിനും മ്യൂസിക്കിനും ഒരു മാനസിക സ്വാധീനമുണ്ട്. എൻ്റെ ഉദാഹരണത്തിന് അതിലെ ചെലങ്കയുടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കൊരു പേടി, നമുക്ക് അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യും. അതുപോലെ പാട്ടുകളൊക്കെ എവർഗ്രീൻ സോങ് അല്ലേ, പലവട്ടം പൂക്കാലം, പഴന്തമിഴ് പാട്ടുകളുടെയും അതുപോലെ ഒരു മുறை വന്ന് പാട്ട്, അങ്ങനെ ഓരോ മൂഡിനും ക്യാരക്ടറിനും പറ്റിയ പാട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ മെച്ചപ്പെട്ട ചേരുവകൾ ചേർത്ത് ആണ് ഈ സിനിമ നിർമ്മിച്ചത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, സിനിമ പ്രേക്ഷകനെ മണ്ടനാക്കാൻ ശ്രമിക്കുന്നില്ല, പ്രേക്ഷകനെ ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം ഇതിനൊരു ഉത്തരവ്, എല്ലാത്തിനും നമുക്ക് നമ്മുടെ സംശയങ്ങൾക്ക് ഒരു ഉത്തരവും തരുന്നുണ്ട്. അതുകൊണ്ട് അതുവരെ സംശയത്തിൽ, പക്ഷേ അവസാനം വരെ നമ്മളൊരു സംശയത്തിൽ നിർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ റീവാച്ചിലും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. തിരക്കഥ, സംവിധാനം, അഭിനയം, സംഗീതം, ക്യാമറ, അന്തരീക്ഷം, ഇതെല്ലാം ഒന്നുപോലും കൈവിട്ട് പോകുന്ന സിനിമ ഇത്രയും ഒരു മികച്ച ഒരു അനുഭവം ആകത്തില്ലായിരുന്നു. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് അതുപോലെ തന്നെ സിനിമയ്ക്ക് ഒരൊറ്റ നായകനില്ല. ഓരോ കഥാപാത്രം ഒരു ആശയത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നകുലൻ യുക്തിയുടെ കഥാപാത്രം, തമ്പി വിശ്വാസം, ഗംഗ ഒരു മനസ്സിൻ്റെ സങ്കീർണതയൊക്കെ ഗംഗയാണ്, നാഗവല്ലി അടിച്ചമർത്തപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, ഡോക്ടർ സണ്ണി ശാസ്ത്രം സയൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തറവാട്, നമ്മൾ മാടമ്പള്ളി ചരിത്രം ആണ് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു കഷ്ണമാണ്. ഇത്രയും ആശയങ്ങൾ ഒന്നു ചേരുമ്പോഴാണ് മണിച്ചിത്രത്താഴ് ഒരു ഹൊറർ സിനിമയിൽ നിന്ന് മനുഷ്യ മനസ്സിനെക്കുറിച്ചൊരു റിസർച്ചായി മാറുന്നത്. അപ്പോൾ നിങ്ങളുടെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഓർമ്മകൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. Thank you.